നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ചിലതെല്ലാം തകർത്ത് തരിപ്പണമാക്കണം. തനിക്ക് ശേഷം പ്രളയം എന്നതാണല്ലോ മൂപ്പരുടെ ഒരു രീതി. എന്തായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പിണറായിയെയും റിയാസിനെയും വേരോടെ പിഴുതെറിഞ്ഞ് യഥാർത്ഥ സഖാക്കളെത്തിയിരിക്കുന്നു. ഇറങ്ങിപ്പോടോ എന്ന് തന്നെയാണ് സത്യത്തിൽ ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തതിലൂടെ മുഖത്തടിച്ചു പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സെക്രട്ടറിയാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. വോട്ട് ബാങ്ക് പ്രധാന കാര്യം തന്നെയാണ്. അതിനുമപ്പുറം റിയാസിന് ഏറെ താല്പര്യമുള്ളയാളാണ് വീണ ജോർജ്. എന്നാൽ ആ നീക്കം പാടെ പാളിപ്പോയി. പിണറായി പക്ഷത്തിനേറ്റ വൻ തിരിച്ചടി കൂടിയായി ഇത് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒടുവിലാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി മുൻ MLA രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. മത്സരമുണ്ടായാൽ വൻ ഭൂരിപക്ഷത്തിൽ രാജു എബ്രഹാം ജയിക്കുമെന്ന സ്ഥിതി വന്നു. ഇതോടെ നറുക്ക് രാജു എബ്രഹാമിനായി. 25 വർഷം MLA ആയിരുന്നു അദ്ദേഹം. നിലവിൽ CPM സംസ്ഥാന സമിതി അംഗവുമാണ്. ജില്ലാ സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് 6 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. 3 ടേം പൂർത്തിയാക്കിയ നിലവിലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അടക്കം 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. എല്ലാ അർത്ഥത്തിലും പത്തനംതിട്ടയിലെ സഖാക്കളുടെ ആഗ്രഹമാണ് നടപ്പായത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഒന്നും അംഗീകരിക്കപ്പെടില്ലെന്ന് ഉറപ്പായതോടെ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അച്ചടക്ക നടപടിയിലൂടെ നീക്കം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് V. ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായി. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ, പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി CN രാജേഷ്, ഇരവിപേരൂർ ഏരിയ സെക്രട്ടറി TK സുരേഷ് കുമാർ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ, DYFI ജില്ലാ സെക്രട്ടറി B. നിസാം എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. KP ഉദയഭാനുവിന് പുറമെ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, മുൻ MLA KC രാജഗോപാൽ, കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ, നിർമ്മലാദേവി, ബാബു കോയിക്കലേത്ത് എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പത്തനംതിട്ടയിൽ പൊതുസമ്മതനാണ് രാജു എബ്രഹാം. ക്രൈസ്തവ മേഖലയിലും നല്ല സ്വാധീനമുണ്ട്. ഇതെല്ലാം പത്തനംതിട്ടയിൽ പാർട്ടിക്ക് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനമൊഴിഞ്ഞ സെക്രട്ടറി KP ഉദയഭാനുവിന് പുറമെ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, മുൻ MLA KC രാജഗോപാൽ, കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ, നിർമ്മലാദേവി, ബാബു കോയിക്കലേത്ത് എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. വീണ ജോർജിനെതിരെ നിലപാടെടുത്ത വ്യക്തിയാണ് KK ശ്രീധരൻ. കൊടുമണിലെ ഭൂമി കയ്യേറ്റ വിഷയത്തിൽ ശ്രീധരന്റെ നിലപാട് ചർച്ചയായിരുന്നു. എന്നാൽ പ്രായപ്രശ്നം കാരണമാണ് ശ്രീധരനെ പുറത്താക്കുന്നത് എന്ന് വ്യക്തമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പത്തനംതിട്ടയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ഏവരും വിലയിരുത്തുന്ന രാജു എബ്രഹാം എത്തുന്നു എന്നതാണ് വസ്തുത. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത റാന്നി മണ്ഡലത്തിൽ പാർട്ടി ഏരിയ സെക്രട്ടറിയായിരുന്ന 35-കാരൻ രാജു എബ്രഹാമിന് സ്ഥാനാർത്ഥിയാക്കി പരീക്ഷണം നടത്തി. കന്നി അംഗത്തിൽ UDF കോട്ട തകർത്ത കോൺഗ്രസിലെ പീലിപ്പോസ് തോമസിനെ 34,029 വോട്ടിന് തോൽപ്പിച്ച രാജു എബ്രഹാം നിയമസഭയിലെത്തി. പിന്നീട് തുടർച്ചയായി 25 വർഷമാണ് റാന്നിയിൽ രാജു എബ്രഹാം ചെങ്കൊടി പാറിച്ചത്. ജനകീയതയായിരുന്നു ഈ വിജയങ്ങളിലെല്ലാം നിറഞ്ഞത്. രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് രാജു എബ്രഹാമിൻ്റെത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് CPM-ന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. നന്ദി.